Political Science, Chapter 21, Public Opinion. പൊതുജനാഭിപ്രായം. Question number 1. What does public mean in the context of public opinion? പൊതുജനാഭിപ്രായം എന്ന സാഹചര്യത്തിൽ ചിന്തിക്കുമ്പോൾ പബ്ലിക് എന്ന വാക്കിന് എന്താണ് അർത്ഥം? The term public means a section of society sharing common interest. പൊതു താൽപര്യം പങ്കുവയ്ക്കുന്ന സമൂഹത്തിന്റെ ഒരു വിഭാഗം എന്നാണ് അർത്ഥം. Which holds similar views and opinions on matters of public concern. പൊതുജനങ്ങൾക്ക് താല്പര്യമുള്ള വിഷയങ്ങളിൽ സമാനമായ അഭിപ്രായവും കാഴ്ചപ്പാടുകളും വച്ചു പുലർത്തുന്ന സമൂഹത്തിന്റെ ഒരു വിഭാഗം ആണ് പബ്ലിക്. 2. ഈസ് പബ്ലിക് ഒപ്പീനിയൻ ദ ഒപ്പീനിയൻ ഓഫ് ഓൾ ദ പീപ്പിൾ? പൊതുജനാഭിപ്രായം എല്ലാ മനുഷ്യരുടെയും അഭിപ്രായമാകണമെന്ന് നിർബന്ധമുണ്ടോ? ഒരിക്കലുമില്ല. നോ, ഇറ്റ് ഈസ് നോട്ട് നെസസറി ദാറ്റ് ദ പബ്ലിക് ഒപ്പീനിയൻ വിൽ ബി ദ ഒപ്പീനിയൻ ഓഫ് ഓൾ ദ പീപ്പിൾ. ഒരിക്കലും അത് എല്ലാ മനുഷ്യരുടെയും ഒപ്പീനിയൻ ആകണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. ഇറ്റ് ഈസ് നോട്ട് ഈവൻ ദ ഒപ്പീനിയൻ ഓഫ് ദ മെജോറിറ്റി. ഭൂരിപക്ഷത്തിന്റെ അഭിപ്രായം പോലും ആകണമെന്നില്ല അത്. വീണ്ടും മറ്റൊരു ചോദ്യം, വാട്ട് ഈസ് പബ്ലിക് ഒപ്പീനിയൻ നോട്ട് അബൌട്ട്? പബ്ലിക് ഒപ്പീനിയൻ എന്തിനെ കുറിച്ചല്ല? പബ്ലിക് ഒപ്പീനിയൻ ഈസ് നോട്ട് ദ ഒപ്പീനിയൻ ഓഫ് ആൻ ഇൻഡിവിജ്വൽ. ഒരു വ്യക്തിയുടെ അഭിപ്രായമല്ല. നോട്ട് എ പ്രൈവറ്റ് ഒപ്പീനിയൻ. ഒരു സ്വകാര്യ അഭിപ്രായമല്ല. നോട്ട് ആൻ എക്സ്പെർട്ട് ഒപ്പീനിയൻ. പബ്ലിക് ഒപ്പീനിയൻ ഒരിക്കലും ഒരു വിദഗ്ധ അഭിപ്രായമല്ല. നോട്ട് എ പ്രൊപ്പഗാൻഡ, ഒരു പ്രചരണമല്ല. ഓർ എ പബ്ലിക് റിലേഷൻ എക്സസൈസ്, അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ ജനസമ്പർക്ക സംവിധാനത്തിന്റെ ഭാഗവുമല്ല പബ്ലിക് ഒപ്പീനിയൻ. 4. ക്യാൻ പബ്ലിക് ഒപ്പീനിയൻ ചേഞ്ച്? പൊതുജനാഭിപ്രായം മാറാൻ ഇടയുണ്ടോ? യെസ്, പബ്ലിക് ഒപ്പീനിയൻ മേ ചേഞ്ച് വിത്ത് ദ സർക്കംസ്റ്റാൻസസ്. സാഹചര്യങ്ങൾ മാറുമ്പോൾ പൊതുജനാഭിപ്രായവും മാറാം. ടൈം, സമയം മാറുമ്പോൾ, കാലഘട്ടത്തിനനുസരിച്ച്. പഴയ കാലത്തെ പബ്ലിക് ഒപ്പീനിയൻ അതേ മാറ്റർ തന്നെ പുതിയ കാലഘട്ടത്തിൽ സംഭവിക്കുമ്പോൾ മറ്റൊന്നാകും. ആൻഡ് ന്യൂ ഇൻഫർമേഷൻ, പുതിയൊരു വിവരം കടന്നു വരുന്നതിന്റെ വെളിച്ചത്തിൽ പഴയ പൊതുജനാഭിപ്രായം മാറി പുതിയൊരു പൊതുജനാഭിപ്രായം രൂപപ്പെടാനും ഇടയുണ്ട് എന്നർത്ഥം. മറ്റൊരു ചോദ്യം, ഈസ് പബ്ലിക് ഒപ്പീനിയൻ ഓൾവേസ് റിലേറ്റഡ് ടു പൊളിറ്റിക്കൽ മാറ്റേഴ്സ്? പബ്ലിക് ഒപ്പീനിയൻ എല്ലായ്പ്പോഴും രാഷ്ട്രീയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ? അല്ലല്ല. സാംസ്കാരികപരമായ, ജനങ്ങളുടെ ധാർമ്മികതയെക്കുറിച്ച്, സമൂഹത്തിന്റെ കാഴ്ചപ്പാടുകളെക്കുറിച്ച്, സാമ്പത്തിക രംഗത്തെ കാര്യങ്ങളെക്കുറിച്ച് ഒക്കെ പബ്ലിക് ഒപ്പീനിയൻ രൂപപ്പെടാം. അതുകൊണ്ട് പബ്ലിക് ഒപ്പീനിയൻ ഈസ് നോട്ട് ഓൾവേസ് റിലേറ്റഡ് ടു പൊളിറ്റിക്കൽ മാറ്റേഴ്സ്. എപ്പോഴും രാഷ്ട്രീയ കാര്യങ്ങൾ മാത്രം പറയുന്നതാവില്ല അത്. ഇറ്റ് മേ ഈവൻ ബി ഫോർമുലേറ്റഡ് ഓൺ ഇക്കണോമിക്, സോഷ്യൽ ആൻഡ് കൾച്ചറൽ മാറ്റേഴ്സ്. രാഷ്ട്രീയ, സാമൂഹിക, സാമ്പത്തിക, സാംസ്കാരിക രംഗത്തെ കാര്യങ്ങളും അതിൽ വരാം. മറ്റ് ഒരു സെക്ഷൻ നമ്മൾ ആ ചാപ്റ്ററിനെ സംബന്ധിച്ച് അതിന്റെ ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ പറഞ്ഞിരിക്കുന്ന പ്രധാന ടോപ്പിക്കുകൾ മാത്രം ഡിസ്കസ് ചെയ്തു പോകുമായിരുന്നു. തുടർന്ന് അങ്ങോട്ടുള്ള ഭാഗം, വാട്ട് ഈസ് എ പബ്ലിക് ഇൻ ടേംസ് ഓഫ് സൊസൈറ്റി? സമൂഹവുമായി ബന്ധപ്പെട്ട് പബ്ലിക് എന്ന വാക്ക് എന്താണ്? പബ്ലിക് ഈസ് എ സെക്ഷൻ ഓഫ് സൊസൈറ്റി ഷെയറിംഗ് കോമൺ ഇൻട്രസ്റ്റ്. പൊതു താല്പര്യം പങ്കുവയ്ക്കുന്ന സമൂഹത്തിന്റെ ഒരു പ്രത്യേക വിഭാഗത്തെ മാത്രം പബ്ലിക് എന്ന് വിളിക്കാം. വാട്ട് ഈസ് എ പബ്ലിക് ഒപ്പീനിയൻ? അപ്പോൾ പൊതുജന അഭിപ്രായം എന്താണ്? പബ്ലിക് ഒപ്പീനിയൻ ഈസ് ആൻ ഓർഗനൈസ്ഡ് ആൻഡ് കൺസിഡേർഡ് ഒപ്പീനിയൻ. ഓക്കെ, സംഘടിക്കപ്പെട്ടതും പരിഗണിക്കപ്പെടുന്നതുമായ ഒരു അഭിപ്രായത്തെയാണ് പബ്ലിക് ഒപ്പീനിയൻ എന്ന് പറയാം. പല മേഖലകളിൽ പല അഭിപ്രായങ്ങൾ ഓർഗനൈസ് ചെയ്ത് കൊണ്ടുവരും. പക്ഷെ അതെല്ലാം പ്രധാന ആശയമായി എല്ലാവരാലും പരിഗണിക്കപ്പെടുന്നില്ല എന്നിരിക്കെ പലതും ഒഴിവാക്കപ്പെടും. അതിൽ ഏറ്റവും കൂടുതൽ ആളുകൾ പരിഗണിക്കുന്ന, ശരിയെന്ന് വയ്ക്കുന്ന അഭിപ്രായം ഓർഗനൈസ് ചെയ്താൽ മാത്രം പോരാ, എല്ലാവരും ശരിയെന്ന രീതിയിൽ കൺസിഡർ ചെയ്യുകയും കൂടി ചെയ്യണം. അങ്ങനെയുള്ള ആ ഒരു സെക്ഷൻ ഓഫ് സൊസൈറ്റി ഓർ മെനി സെക്ഷൻസ് ഓഫ് പീപ്പിൾ, അത് ഏതെങ്കിലും ഒരു സെക്ഷനോ അല്ലെങ്കിൽ ഒന്നിലേറെ സെക്ഷനുകളിലെ ആളുകളോ പങ്കുവയ്ക്കുന്ന ഒരു പൊതു വിഷയത്തെ സംബന്ധിച്ച് ഓൺ എ പബ്ലിക് ഇഷ്യൂ. ഈസ് പബ്ലിക് ഒപ്പീനിയൻ ആൻഡ് യുണാനിമസ് ഒപ്പീനിയൻ ഓഫ് ദ എൻറ്റയർ പീപ്പിൾ? മുഴുവൻ ആളുകളുടെയും ഐകകണ്ഠേന യുനാനിമസ് ആയിട്ടുള്ള ഒപ്പീനിയൻ ആണോ പബ്ലിക് ഒപ്പീനിയൻ? ഒരിക്കലുമല്ല. ഐകകണ്ഠേനയുള്ള അഭിപ്രായമല്ല അത്. ബഹുഭൂരിപക്ഷത്തിന്റെ അഭിപ്രായം പോലും ആകണമെന്നുമില്ല. ഇസ് ദർ എ ഫിക്സഡ് ടെറിട്ടറി ഓർ ഏരിയ ഫോർ പബ്ലിക് ഒപ്പീനിയൻ? പബ്ലിക് ഒപ്പീനിയൻ രൂപപ്പെടാൻ ഒരു നിശ്ചിത ഭൂപ്രദേശം അല്ലെങ്കിൽ ഒരു ഏരിയയിൽ നിന്നുള്ള ആളുകൾ തന്നെ വേണം എന്നൊക്കെ ഉണ്ടോ? ഇല്ല, അങ്ങനെയില്ല. വൈ ഈസ് പബ്ലിക് ഒപ്പീനിയൻ കൺസിഡർഡ് എസെൻഷ്യൽ ഇൻ ഡെമോക്രാറ്റിക് സിസ്റ്റം? ജനാധിപത്യ സംവിധാനത്തിൽ പബ്ലിക് ഒപ്പീനിയൻ എന്തുകൊണ്ടാണ് വളരെ അനിവാര്യമായ, ഒഴിച്ചുകൂടാനാവാത്ത ഒന്നാണ് എന്ന് കരുതപ്പെടുന്നത്? പബ്ലിക് ഒപ്പീനിയൻ ഈസ് കൺസിഡർഡ് എസെൻഷ്യൽ ഫോർ ദ സക്സസ്ഫുൾ വർക്കിംഗ് ഓഫ് ഡെമോക്രാറ്റിക് കമ്മ്യൂണിക്കേഷൻ ഇൻ ദ സിസ്റ്റം. അതായത് ജനാധിപത്യത്തിന്റെ ആശയ സംവാദത്തിന് വിജയകരമായി നടപ്പിലാകണമെങ്കിൽ പൊതുജനാഭിപ്രായത്തെ പരിഗണിക്കുക തന്നെ വേണം. ക്യാൻ എ ഗവൺമെന്റ് അഫോർഡ് ടു ഇഗ്നോർ പബ്ലിക് ഒപ്പീനിയൻ? ഏതെങ്കിലും ഒരു ഗവൺമെന്റിന് പബ്ലിക് ഒപ്പീനിയൻ തള്ളിക്കളയാനാകുമോ? ഒരിക്കലുമില്ല. ഏഴാമതൊരു ചോദ്യം നമുക്ക് ഇങ്ങനെ ചോദിക്കാം, ഹൗ ഡസ് പബ്ലിക് ഒപ്പീനിയൻ ആക്ട് ആസ് എ ഗൈഡ് ടു ദ ഗവൺമെന്റ്?
പബ്ലിക് ഒപ്പീനിയന്റെ ക്യാരക്ടറിസ്റ്റിക്സ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുണ്ട്. 7ഓളം സവിശേഷതകളാണ് അതിൽ പറയുന്നത്. അതിൽ ഒന്നാമത്തെ ഒരു ഫീച്ചറായിട്ട്, പബ്ലിക് ഒപ്പീനിയന്റെ ഫീച്ചറായിട്ട് അവിടെ പറഞ്ഞിരിക്കുന്നത് അത് ഗവൺമെന്റിന് ഒരു മാർഗദർശനമാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ പബ്ലിക് ഒപ്പീനിയൻ ആക്ട് ആസ് എ ഗൈഡ് ടു ദ ഗവൺമെന്റ് ഇൻ റെസ്പെക്ട് ഓഫ് പോളിസി ഫോർമേഷൻ. ഗവൺമെന്റിന്റെ നയരൂപീകരണത്തിൽ പബ്ലിക് ഒപ്പീനിയൻ തീർച്ചയായും ഗവൺമെന്റ് പരിഗണിക്കും. ബേസ്ഡ് ഓൺ ദ മാൻഡേറ്റ് റിസീവ്ഡ് ഇൻ ഇലക്ഷനുകളിൽ അവർക്ക് എത്രമാത്രം മാൻഡേറ്റ്, എത്രമാത്രം ജനങ്ങളുടെ പിന്തുണ കിട്ടി എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് പബ്ലിക് ഒപ്പീനിയനെ ഒരു ഗൈഡായിട്ട് കണക്കാക്കുക. ഹൗ ഡസ് പബ്ലിക് ഒപ്പീനിയൻ ഹെൽപ്പ് ഇൻ ലോ മേക്കിംഗ്? നിയമനിർമ്മാണത്തിൽ പബ്ലിക് ഒപ്പീനിയൻ എങ്ങനെയാണ് സഹായകമാവുക? ഗവൺമെന്റ് ടേക്സ് നോട്ട് ഓഫ് പബ്ലിക് ഒപ്പീനിയൻ. ഗവൺമെന്റ് പൊതുജനാഭിപ്രായത്തെ ശ്രദ്ധിക്കുന്നു. ഇൻ ഫോർമുലേറ്റിംഗ് ലോസ് ഫോർ ദ കോമൺ ഗുഡ്. പൊതുജനങ്ങളുടെ ആ നന്മ പ്രമാണിച്ച് നിയമങ്ങൾ രൂപീകരിക്കുന്നതിൽ തീർച്ചയായും പബ്ലിക് ഒപ്പീനിയനെയും കൂടി പരിഗണിച്ചിട്ട് കണക്കിലെടുത്തിട്ടാണ് ഗവൺമെന്റ് തീർച്ചയായും നിയമങ്ങൾ നിർമ്മിക്കുക. അപ്പോൾ നിയമനിർമ്മാണത്തിലും പബ്ലിക് ഒപ്പീനിയൻ സ്വാധീനം ചെലുത്തുന്നുണ്ട് എന്ന പോയിന്റാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. വാട്ട് റോൾ ഡസ് പബ്ലിക് ഒപ്പീനിയൻ പ്ലേ ആസ് എ വാച്ച് ഡോഗ്? ഒരു വാച്ച് ഡോഗ് എന്ന നിലയിൽ പബ്ലിക് ഒപ്പീനിയൻ എന്ത് റോളാണ് പ്ലേ ചെയ്യുക? പബ്ലിക് ഒപ്പീനിയൻ ആക്ട്സ് ആസ് എ വാച്ച് ഡോഗ്. ഒരു കാവൽ നായ എന്ന നിലയിൽ പൊതുജനാഭിപ്രായം നിലകൊള്ളുന്നു. കാരണം ഗവൺമെന്റിന് ഉത്തരവാദിത്തമില്ലാതെ ഒന്നും പ്രവർത്തിക്കാനാവില്ല. ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തമില്ലാതെയുള്ള പ്രവർത്തനത്തെ നിയന്ത്രിക്കാൻ, അതിനെ പരിശോധിക്കാൻ ഒക്കെ, ഒരു കൺട്രോൾ ചെയ്യാനായിട്ടും അതിൻ്റെ ചെക്ക് ചെയ്യാനായിട്ടും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു കാവൽ നായ പോലെ പൊതുജനാഭിപ്രായം പ്രവർത്തിക്കുന്നു. ഹൗ ഡസ് പബ്ലിക് ഒപ്പീനിയൻ പ്രൊട്ടക്ട് റൈറ്റ്സ് ആൻഡ് ലിബർട്ടീസ്? പൊതുജനങ്ങളുടെ അവകാശങ്ങളെയും സ്വാതന്ത്ര്യങ്ങളെയും എങ്ങനെയാണ് പബ്ലിക് ഒപ്പീനിയൻ പ്രൊട്ടക്ട് ചെയ്യുക? പബ്ലിക് ഒപ്പീനിയൻ ആക്ട്സ് ആസ് ദ പ്രൊട്ടക്ടർ ഓഫ് റൈറ്റ്സ് ആൻഡ് ലിബർട്ടീസ് ഓഫ് സിറ്റിസൺസ്. പൊതുജനങ്ങളുടെ അവകാശങ്ങളെയും അതുപോലെ തന്നെ സ്വാതന്ത്ര്യത്തെയും സംരക്ഷകൻ കൂടിയാണ് പൊതുജനാഭിപ്രായം. എൻകറേജിങ് ഓർ മോട്ടിവേറ്റിംഗ് ദ ഗവൺമെന്റ് ടു യൂസ് ദിസ് റൈറ്റ് ഇഫക്റ്റീവ്ലി. ഈ അവകാശം ഫലപ്രദമായി ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ട് ഗവൺമെന്റിനെ അവർക്ക് കിട്ടിയിരിക്കുന്ന മാൻഡേറ്റ്, അവർക്ക് കിട്ടിയിരിക്കുന്ന സമ്മതിദാന അവകാശം, അത് അല്ലെങ്കിൽ ജനങ്ങളുടെ വോട്ടുകൾ, ഇത് അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്ക് കിട്ടിയ ഭൂരിപക്ഷം, ആ ഭൂരിപക്ഷത്തെ അതിനനുസരിച്ച് ജനങ്ങൾക്ക് ഗുണകരമായ രീതിയിൽ അവകാശങ്ങൾ സംരക്ഷിക്കുന്ന രീതിയിൽ സംരക്ഷിക്കുന്ന ഒരു നിലപാടെടുക്കാൻ ഗവൺമെന്റിനെ മോട്ടിവേറ്റ് ചെയ്യിക്കുന്നത് ഈ പബ്ലിക് ഒപ്പീനിയൻ തന്നെയാണ്.